ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഗ്ലോവൽ എന്ന് പറഞ്ഞ ഡീഹ്യൂമിഡിഫയർ ആണ്. ഇത് ജസ്റ്റ് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഒന്ന് കവർ തുറന്നു, പാഴ്സൽ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ജസ്റ്റ് റിവ്യൂ ചെയ്യുവാണ്. ഇതിൻ്റെ എയർ ഇൻലെറ്റ് ആണ് ഈ മുന്നിൽ കാണുന്നത്. വാട്ടർ ടാങ്ക് ഇതാണ്. പിന്നെ ഇതിൻ്റെ പാനൽ ഈ കാണുന്നത്, മേളിൽ കാണുന്നത് ഇത് ലോക്കുണ്ട്. സ്പീഡ്, ഫാൻ്റെ സ്പീഡ്, ഇംഗ്ലീഷ് മനസ്സിലാവും. ഈ ഗ്ലോബൽ മെഷീൻ്റെ ഈ ഡീഹ്യൂമിഡിഫയറിൻ്റെ മാനുവലാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻലെറ്റ് ഇത്, ഔട്ട്ലെറ്റ് ഇത്, പിന്നെ വാട്ടർ ടാങ്ക് ഇത്, പിന്നെ ഇതിൻ്റെ പാനൽ ബോർഡ് നോക്കാം നമുക്ക്. ഇത് ലോക്കാണ്, ഇത് സ്പീഡാണ്. സ്പീഡ് കൂട്ടുക കുറയ്ക്കുകയും ഇത് ചെയ്യാം. ടൈമറാണിത്. എത്ര മണിക്കൂറോ, 2 മണിക്കൂറോ 3 മണിക്കൂറോ 24 hours. ഇത് മോഡാണ്, ഡീഹ്യൂമിഡിഫയർ മോഡ്, ഡ്രൈ മോഡ്, കണ്ടിന്യൂസ് മോഡ്. ഇത് ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹ്യൂമിഡ് സ്വിച്ചാണ്. ഇത് പവർ സ്വിച്ചാണ്. പിന്നെ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ 4 സൈഡിലും 8 ഇഞ്ച് ഓപ്പൺ ഏരിയ വേണം. ഇവിടെ സൈഡിലും വേണം, ഈ സൈഡിലും വേണം. സൊസൈറ്റിയിൽ നല്ല ഫങ്ഷനാലിറ്റി കിട്ടും. പിന്നെ കൂടുതൽ ഇത് ഉപയോഗിക്കുമ്പോൾ റൂം മിക്കവാറും ക്ലോസ് ആയിരിക്കണം, വിൻഡോയൊക്കെ. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എയറിലുള്ള മോയ്സ്ചർ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റിനെ അബ്സോർവ് ചെയ്ത് റൂമിൽ വളരെ ക്ലിയർ എയർ കിട്ടുന്ന ഒരു അവസരമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഡീഹ്യൂമിഡിഫയർ എന്നാണ് ഇത് പറയുന്നത്. ഹ്യൂമിഡിഫയർ ഉണ്ട്, ഇത് ഡീഹ്യൂമിഡിഫയർ ആണ്. ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ഉണ്ടാക്കുന്നതാണ്. ഇത് ഡീഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഓപ്പറേഷൻ ഞാനിപ്പം കാണിക്കാം. അപ്പോൾ ഇത് ഓണായി. ഇപ്പം പവർ സ്വിച്ച് ഓണാക്കി. ഇപ്പോൾ ഇത് 46 കാണുന്നുണ്ട്. ഇതിൻ്റെ ഫാൻ സ്പീഡാണ് 46. പിന്നെ കുട്ടികളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോക്ക് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയുണ്ട്. പിന്നെ സ്പീഡ് സെറ്റ് ചെയ്യുന്നത് ഇത്, ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്ത്, പിന്നെ ടൈമർ. നമുക്കിപ്പോൾ ഈ ടൈമർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കൊണ്ട് നോക്കി, ഓരോ പ്രസ്സിനും ഓരോ അവറാണ്. ഇപ്പോൾ 24 മണിക്കൂറാക്കാം, ഇല്ല 2 മണിക്കൂറാക്കാം. അതനുസരിച്ച് ഓട്ടോമാറ്റിക് ഇത് ഓഫ് ആവും. പിന്നെ മോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞെക്കി പറയുമ്പോൾ ഡീഹ്യൂമിഡിഫയർ മോഡലാണ്. ഇപ്പം ഡ്രൈ മോഡലാണ്. ഇപ്പോൾ അത് കണ്ടിന്യൂസ് മോഡായിരിക്കും. ഇത് ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യുന്നതാണ്. ഇത് പവർ സ്വിച്ച്. പിന്നെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നിറഞ്ഞെന്നുള്ളത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഇതാണ് ഈ ഹ്യൂമിഡിഫയറിൻ്റെ ഫങ്ഷൻ. താങ്ക് യു.